സാർ ഇന്ന് നമുക്ക് കേരളത്തെ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ചർച്ചകളാണ്. നമുക്ക് കീം എക്സാമിനെ കുറിച്ചും അതുപോലെ തന്നെ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും സംസ്ഥയും തമ്മിലുള്ള ഇഷ്യൂയെ കുറിച്ച് സംസാരിക്കാം. കഴിഞ്ഞ ദിവസമാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സംസ്ഥയുടെ നിലപാടിനെ എതിർത്തത്. പക്ഷേ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് സംസ്ഥയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ്. അപ്പോൾ ഇതൊക്കെ സാർ എങ്ങനെയാണ് കാണുന്നത്? ഇതിനേക്കാൾ വളരെ ഗൗരവമുള്ള പ്രശ്നമാണ് കീമുമായി ബന്ധപ്പെട്ടുള്ളത്. പക്ഷെ അത് നമുക്ക് സംസാരിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ന് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ളത് വി അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മന്ത്രിയാണ്. നമുക്കറിയാമല്ലോ അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് മറ്റു പല മദ്രസ ക്ലാസ്സുകളുമൊക്കെ തന്നെ 8 മണിക്ക് തീരുന്ന ക്ലാസ്സുകളാണ്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ പറയുന്ന 9:45 എന്ന് പറയുന്ന ഒരു സമയത്തിന് വേണ്ടിയിട്ട് ഇത്ര വാശി പിടിക്കാൻ പോകുന്നത്? ഇത് അങ്ങേറ്റം തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ് എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഏറ്റവും ആദ്യം ശിവൻകുട്ടി ഇത് കേരള സർക്കാരാണ് തീരുമാനിക്കാൻ പോകുന്നത്, സമസ്തയോ മതസംഘടനകളോ ഒന്നുമല്ല എന്നുള്ളത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിനോടൊപ്പം തന്നെ പക്ഷേ ശിവൻകുട്ടി ഇന്ന് വേണമെങ്കിൽ ചർച്ചയാകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അബ്ദുറഹ്മാൻ പറഞ്ഞേക്കുന്നത് ചർച്ചയാകാം, അതിന് ചർച്ചയ്ക്കൊന്നും കുഴപ്പമില്ല, പക്ഷേ ഇത് തീരുമാനം ഇതാണ്, കാരണം ഇത് വിദഗ്ധ സമിതി നടപ്പിലാക്കിയതാണ് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഷിബിൽ പറക്കാതെ ഇതിന് മുമ്പ് ഗവൺമെൻറ് പല കാര്യങ്ങളും ഇപ്പോൾ ജനറൽ ന്യൂട്രൽ യൂണിഫോമൊക്കെ തയ്പ്പിച്ച കുട്ടികളെ ഇപ്പോൾ ഇടുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. കാരണം ആ സ്കൂളിൽ തന്നെ തുടങ്ങി ആ സ്കൂളിൽ തന്നെ അവസാനിച്ചു. അതുപോലെ തന്നെ വഖഫ് ബോർഡിലെ നിയമനങ്ങൾ PSC കൂടാനുള്ള തീരുമാനവും ഇതുപോലെ തന്നെ ഇല്ലാതാക്കി. പിന്നെ സ്കൂളിലെ സമയമാറ്റം നേരത്തെ തന്നെ ചർച്ചയ്ക്കെടുത്താണ്, അതിൽ നിന്ന് ഗവൺമെൻറ് പിൻവലിച്ചിരുന്നു. ഇപ്പോൾ ഈ 10 മണി എന്നുള്ളത് 9:45 എന്ന് പറഞ്ഞാൽ ഇവർക്ക് പ്രശ്നമുള്ളത്. ഇപ്പം ചർച്ച ചെയ്യണതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ തീരുമാനം എന്തായിരിക്കുമെന്ന് അറിയാനായിട്ട് കേരള ജനത കാത്തിരിക്കുകയാണ്. പിന്നെ വി അബ്ദുറഹ്മാനെ കുറിച്ച് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അനുകൂലിച്ചുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹത്തിൻ്റെ പേര് കേട്ടാൽ അറിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലത്തീൻ സഭയിലെ ഒരു വൈദികൻ തന്നെ ഒരു കമൻറ്റ് പാസ്സാക്കി. പേര് കേട്ടാൽ തന്നെ അറിയില്ലേ ഇദ്ദേഹം ഏതോ വർഗീയവാദിയാണ്, തീവ്രവാദിയാണെന്ന് പറയുന്ന രീതിയിലുള്ള വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊന്നുമല്ല. അബ്ദുറഹ്മാൻ ബേസിക്കലി ഒരു കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം നല്ല മതേതരത്വം കാഴ്ചപ്പാട് നിലനിർത്തുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്ന് പറഞ്ഞേക്കുന്ന അഭിപ്രായം വളരെ ക്ലിയറാണ്. നമ്മൾ കാത്തിരിക്കുകയാണ് ഇപ്പോൾ സമസ്തയുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കും, അല്ലെങ്കിൽ സമസ്തയുടെ ഭിന്നാഭിപ്രായത്തിൽ ഇവരെന്ത് തീരുമാനം എടുക്കുമെന്നൊക്കെ അറിയാൻ. യഥാർത്ഥത്തിൽ അതിനെങ്ങാനും വഴങ്ങിക്കൊടുത്താൽ വീണ്ടും സംസ്ഥാന സർക്കാരുകൾക്കെതിരെ വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനമുണ്ടാവും. BJPക്കും സംഘപരിവാറിനൊക്കെ അത് ആയുധമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ സമസ്ത അടക്കമുള്ള ആളുകൾ ഞാൻ നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്, തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്നതാണ്. പിന്നെ ഷിബിലി പറഞ്ഞ കാര്യമാണ് ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ്. ഇവരായിട്ട് സമസ്തയായിട്ടൊക്കെ ചർച്ചയ്ക്ക് പോണതിന് പകരം യഥാർത്ഥത്തിൽ ഇപ്പോൾ കീമിൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചേക്കണത്? ഇത് ഇദ്ദേഹത്തിൻ്റെ വകുപ്പല്ല, ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ വകുപ്പാണ്. പക്ഷെ എങ്കിൽ പോലും ഈ ബിന്ദു ടീച്ചറൊക്കെ എന്താണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഷിബിലി അറിയേണ്ടത് കീമിൽ ഇപ്പോൾ ഇത് റദ്ദാക്കിയിട്ട്, അതായത് പുതിയ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയിട്ട് പുതിയ റാങ്ക് ലിസ്റ്റ് ഉണ്ട് എന്ന് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇവർ പ്രോസ്പെക്ടസ് പ്രിന്റ് ചെയ്ത് പരീക്ഷ നടത്തിയതിന് ശേഷം അതിൽ മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ടാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. ഇത് ആരെയാണ് സഹായിക്കാൻ പോകുന്നത്? ഇത് സഹായിക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രൈവറ്റ് മേഖലയെ, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പ്രൈവറ്റ് മേഖലകളിലുള്ള ആൾക്കാരാണ്. ഇത് ഇന്നും നില തുടങ്ങിയതല്ല. എൻ്റെ കസിനൊക്കെ ഏതാണ്ട് 8-10 കൊല്ലം മുമ്പ് തന്നെ ഇവിടെ പരീക്ഷ എഴുതുമ്പോൾ നമ്മളിവിടുത്തെ പരീക്ഷകളുടെ റിസൾട്ട് മാത്രം ഒരിക്കലും കറക്റ്റ് ടൈമിന് വരൂല. ഷിബിലി അറിയണം. അപ്പം അതായത് എഞ്ചിനീയറിംഗിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ റിസൾട്ട് അന്ന് ഇവിടെ വരൂല. വരാതിരുന്നിട്ട് എന്ത് ചെയ്യുന്നറിയാം, ഇവൻ തന്നെ 60,000 രൂപ കൊടുത്ത് കേരളത്തിന് പുറത്ത് വേറൊരു കോളേജിൽ പോയി ഇവൻ്റെ ഗ്രാങ്ങിലുള്ള ഏതാണ്ട് 10-20 കുട്ടികൾ പോയി അഡ്മിഷൻ എടുത്തു. കാരണം ഇവിടെ ഇത് എന്താണെന്ന് അറിയില്ല, വലിയ ആംബിഗ്വിറ്റിയാണ്. ഇത് എങ്ങനെയാണ് ഈ പറയുന്ന പോലെ അഡ്മിഷൻ നടക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. ലാസ്റ്റ് വരുമ്പോഴേക്കും ഇവിടെ കിട്ടുമോ ഇല്ല എന്നറിയാൻ പാടില്ല. അവൻ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുന്നറിയാമോ, അവിടുത്തെ 60,000 രൂപ പോട്ടേന്ന് വെച്ചിട്ട് ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. ഇത് ഇവൻ വന്ന് ജോയിൻ ചെയ്തു. ഇവിടെ നിന്ന് പോയി 20 കുട്ടികളിൽ ഒരു 10 കുട്ടികളെങ്കിലും അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തു. കാരണം എന്തായാലും അവിടെ കാശ് അടച്ചു, അവിടെ ക്ലാസ് തുടങ്ങിയല്ലോ, അപ്പോൾ അവിടെ കണ്ടിന്യൂ ചെയ്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്തരത്തിൽ നേരത്തെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ലോബികളെ, വിദ്യാഭ്യാസ കച്ചവടക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഷിബിലിക്ക് എപ്പോഴെങ്കിലും തോന്നണ്ട, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടന്ന പരീക്ഷകൾ ഇപ്പം നമുക്കറിയാലോ. നേരത്തെ നീറ്റ് എന്ന് പറയുന്ന പരീക്ഷയാണെങ്കിലും അല്ലെങ്കിൽ മറ്റു പല പരീക്ഷകളാണെങ്കിലും, ഇപ്പോൾ നേരത്തെ IITയുടെ ജോയിൻ്റ് എൻട്രൻസ് എക്സാം എത്രയോ ഗംഭീരമായി നടന്ന പരീക്ഷയാണ്. അത് കൃത്യമായിട്ട് അതിൻ്റെ റിസൾട്ട് വരുന്നില്ല ഷിബിലി. ഈ കേരളത്തിൽ എഴുതുന്ന അത്രയും കുട്ടികളാണോ അത് എഴുതുന്നത്? പക്ഷെ എന്നിട്ട് പോലും ഈ OMR ഷീറ്റിലൂടെ നടത്തപ്പെടുന്ന ഇത്തരം പരീക്ഷകളിലേക്ക് റിസൾട്ട് ഇവിടെ കൃത്യമായിട്ട് വരാത്ത എന്താണ്? ഇവർക്ക് ഈ ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്യാമായിരുന്നില്ല. അതായത് സ്റ്റേറ്റ് സിലബസുകാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചേഞ്ച് ഉണ്ടാക്കി.
ആ വ്യത്യാസം യഥാർത്ഥത്തിൽ പ്രോസ്പെക്ടസ് പ്രിന്റ് ചെയ്യണതിന് മുമ്പ്, ഈ പരീക്ഷ നടത്തുന്നതിന് മുമ്പ് ഈ ബിന്ദു ടീച്ചർക്കൊക്കെ ഒരു വെളിവ്, അവരൊന്നാമത് ഒരു പ്രൊഫസറല്ലേ, അവർക്കൊരു ധാരണയില്ലേ, അവർക്ക് ഇത് ചെയ്യാമായിരുന്നില്ലേ? അപ്പൊ ഇതൊന്നും ചെയ്യാതെ പരീക്ഷ നടത്താൻ വേണ്ടി തീരുമാനിച്ച് പ്രോസ്പെക്ടസ് അടിച്ച് കുട്ടികൾ അപ്ലൈ ചെയ്ത് അതിന്റെ പുറത്ത് പരീക്ഷ നടത്തി കഴിഞ്ഞതിന് ശേഷം റാങ്ക് ലിസ്റ്റിൽ ചേഞ്ച് കൊണ്ടുവന്നു. അത് കോടതിയിൽ പോയാൽ തള്ളിപ്പോകും. കോടതി എന്ത് ചെയ്യും? എടുത്ത് ചവിട്ടോട്ടയിൽ ഇടുമെന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികളെ സംരക്ഷിക്കാനൊന്നും ഇവർ ഉദ്ദേശിച്ചിട്ടില്ല. ഇതാണ് ഇതിന്റെ കാര്യം, യാഥാർത്ഥ്യം. പിന്നെ ഈ പൊട്ടങ്കളിയൊക്കെ തുടങ്ങിയത് ഇന്നൊന്നിലെ ഇലക്ട്രിക് ഷിബില് ഒരു 10-15 കൊല്ലമായിട്ട് ഇതേപോലെയുള്ള അഭ്യാസ ആഭാസ നൃത്തങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഷിബിലി ചോദിച്ചൊരു കാര്യം പ്രസക്തമാണ്. എന്തിനാണ് ഈ സമസ്തയായിട്ടും ബാക്കിയുള്ളവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്യാൻ പോണതിനേക്കാൾ പകരം നേരെ പോയി എന്ത് ചെയ്തൂടെ? ഇതിവിടെ ഈ ഇന്ത്യ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ തീർക്കേണ്ട എന്തോരം വിഷയങ്ങളുണ്ട്, ഇതുവർക്ക് പോയി ചെയ്തൂടെ? വിവരമുള്ള ആരെങ്കിലും 10 പേരെ വിളിച്ച് ചോദിച്ചൂടെ? ഈ ജെഫ്രി മുത്തുക്കോയ തങ്ങളും ഈ സമസ്തയൊക്കെ ആയിട്ട് ചർച്ചക്ക് പോണത് തന്നെ അപമാനകരമാണെന്ന് ഞാൻ പറയും. എന്താ കാര്യം? 10ാം ക്ലാസ്സിൽ ഫുൾ A+ പഠിച്ചിട്ടുള്ള ഒരു പെൺകൊച്ചിനെ വേദിയിലേക്ക് വിളിച്ചിട്ട് അങ്ങനെ വേദിയിൽ വിളിച്ച് ആദരിക്കാൻ പറ്റില്ല. ഒരു സ്ത്രീ ആണെങ്കിൽ പെൺകുട്ടീനെ ആദരിക്കണമെങ്കിൽ പെൺകുട്ടി വന്ന് പ്രൈസ് മേടിക്കാൻ പറ്റൂല. പകരം പെൺകുട്ടിയുടെ അച്ഛനെ വിളിക്കണമെന്നുള്ള നിലപാടുള്ളവരാണ് ഇവർ. ഇവരോടൊക്കെ എന്തിനാ ചർച്ച ചെയ്യുന്നത്? 4 വോട്ടാണ് ലക്ഷ്യം. അതുകൊണ്ട് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ നാട് കുട്ടിച്ചോറാക്കാൻ വേണ്ടി ഇത്തരം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചർച്ച, അബ്ദുറഹ്മാൻ പറഞ്ഞ ചർച്ച നടക്കുന്നുള്ളതിന് തീരുമാനം മാറ്റാതിരുന്ന ഭാഗ്യം, അത്രേ നമുക്ക് വിചാരിക്കാനുള്ളൂ.